ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും മനസ്സ് തണുക്കാനും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാല് നമുക്കൊന്ന് തിളപ്പിക്കാൻ അടുപ്പിലേക്ക് മാറ്റാം. പാല് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് കോൺഫ്ലോർ നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കി ഇതിലേക്ക് 2 സ്പൂൺ അളവില് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചൂടായി വന്നിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകൾ ഉണ്ടാവരുത്. ഇനി പാലിലേക്ക് ചേർത്ത കോൺഫ്ലോർ മിക്സ് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോൺഫ്ലോർ കുറുകി കിട്ടും. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ 2 സ്പൂൺ അളവില് പഞ്ചസാര ചേർക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് ഈ കുറുക്കിയെടുത്തിട്ടുള്ള പാലൊന്ന് ചൂടാറാനായിട്ട് വെക്കും. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡിലേക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കാലത്ത് ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനും മറക്കല്ലേ.